ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണ് കേട്ടോ. പുട്ടും കടലയാണ്. അപ്പോൾ കടല ഞാൻ നേരത്തെ കുക്കറിൽ വേവിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലേക്ക് ചെറിയൊരു വറവിലിട്ടെടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ തയ്യാറെടുപ്പാണ്. അപ്പോൾ അതിന് ഞാൻ ഉപയോഗിക്കുന്നത് സവാള, തക്കാളി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളിയാണ്. തക്കാളി ഒരു ചെറിയ പീസ് മതി കേട്ടോ, അല്ലെങ്കിൽ ഒരു പുളി ടേസ്റ്റ് വരും. ഒരു തക്കാളിയുടെ പകുതി പോലും വേണ്ട. എണ്ണ ചൂടായി അതിലേക്ക് കടുകിട്ട് അതിന് ശേഷം ഞാൻ ഇതൊന്ന് താളിച്ച് അതിന് ശേഷം അതിലേക്ക് സവാള ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സവാള ഒന്ന് വഴന്ന് വന്നപ്പോൾ അതിലേക്ക് കുറച്ച് മാറ്റി വെച്ച തക്കാളിയില്ലേ അത് അതിലേക്ക് ഇട്ടൊന്ന് വഴറ്റി അത് എല്ലാം കൂടെ ഒന്ന് വഴന്ന് വന്ന ശേഷം അതിലേക്ക് കുറച്ച് ചിക്കൻ മസാല ഇടും. ചിക്കൻ മസാല ഇട്ട് ഒന്ന് ഒരു ടേസ്റ്റ് വരും. ചിക്കൻ മസാല ഇട്ടാൽ ചെറിയ ടേസ്റ്റ്, നല്ല ടേസ്റ്റ് വരും. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഗരം മസാല അത് ഞാൻ പൊടിച്ച് വെച്ചതാണ്. അപ്പോൾ അതും കുറച്ചിട്ട് കൊടുത്ത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കണം. അപ്പോൾ ഞാനിവിടെ കടല വേവിക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ വെള്ളം കുറച്ച് വെച്ചിട്ടാണുള്ളത്. അപ്പോൾ ആ വെള്ളം തന്നെയാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നാൽ ഗ്രേവി ഒരുപാട് വേണ്ടാത്ത കാരണം കൊണ്ട് എനിക്ക് ആ വെള്ളം തന്നെ മതിയാവും. ഇനി ഗ്രേവി കൂടുതൽ വേണമെന്നുള്ളവർക്ക് എക്സ്ട്രാ വേറെ വെള്ളം ചേർത്തിട്ട് ചെയ്താലും മതി. ഇപ്പം ഇവിടെ ഗ്രേവി കുറച്ച് മതി. അതുകൊണ്ട് ഈ കടലയിലുള്ള ഈ ഗ്രേവി തന്നെയാണ് ഞാൻ ഇതിലേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് നന്നായി തിളച്ച് ഒന്ന് വെന്ത പോലെ ആയി വന്ന് അതിലേക്ക് ഞാൻ കടല ചേർക്കുക. അപ്പോൾ അതുകൂടി ചേർത്ത് കഴിഞ്ഞാൽ അതാ കടലക്കറി റെഡിയായി. ഇനി എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് തിളച്ച് വന്നാൽ മതി. ഇനി ഞാൻ പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൽ പുട്ടിൻ്റെ പൊടി കുഴച്ചെടുക്കുകയാണ് കേട്ടോ. തേങ്ങ കൂടുന്നതിനനുസരിച്ച് പുട്ടിൻ്റെ ടേസ്റ്റ് കൂടുകയാണ് ചെയ്യുക. അപ്പോൾ തേങ്ങ കുറച്ച് നമുക്ക് ഈ പുട്ടിൻ്റെ പൊടി കുഴച്ചെടുക്കുമ്പോൾ അതിൽ ചേർക്കുന്നതും നല്ലതാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ പുട്ടിൻ്റെ കഷ്ണങ്ങളൊക്കെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടി ഇടുമല്ലോ. അപ്പോൾ അങ്ങനെ തേങ്ങ കൂടുന്ന തോറും ടേസ്റ്റ് കൂടും. ഞാൻ കുറച്ചിത് കുഴയ്ക്കുമ്പോൾ അതിലും ചേർത്തിട്ടുണ്ട്. കൂടാതെ ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും പപ്പടം ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഈ പൊടിയൊക്കെ ഒന്ന് പോക്കുകയാണ് കേട്ടോ. പപ്പടത്തിന് മേലെ ഒരു പൊടി ഉണ്ടാവില്ല, അത് എണ്ണയിൽ ഇങ്ങനെ കിടന്നിട്ട് എണ്ണ ചീത്തയാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ തുടച്ചിട്ടാണ് എടുക്കുന്നത്. രണ്ട് സൈഡും തുടച്ച് കഴിഞ്ഞാൽ ആ പൊടിയൊക്കെ അങ്ങ് പോയി കിട്ടും.
പപ്പടം റെഡിയായി കഴിഞ്ഞു. അപ്പോഴത്തേക്കും പുട്ട് ഇവിടെ ആവിയൊക്കെ വന്ന് റെഡിയായി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ പുട്ടെടുത്ത് മാറ്റി നമുക്ക് ചായ ഉണ്ടാക്കിയ അതുകൂടി ആയിക്കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ചായ ഇവിടെ റെഡി ആവുന്നുണ്ട് കേട്ടോ. ചായ റെഡിയായി. ഇനി ഇതെല്ലാം എടുത്തൊന്ന് ടേബിളിൽ അവിടെ കൊണ്ടുവയ്ക്കണം, എന്നിട്ട് കഴിക്കാം. അപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.